നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിവ്യ ഉണ്ണി ചീറ്റിംഗ് കേസിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നാണ്. ദിവ്യ ഉണ്ണി മൃദംഗ വിഷൻ എന്ന പരിപാടിയുടെ ഭാഗമായി ആളുകളിൽ നിന്ന് പണം പറ്റിച്ചെടുത്തു. അതിൽ അവർക്ക് കുറ്റവാളിയാകുമോ ശിക്ഷിക്കപ്പെടുമോ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിവ്യ ഉണ്ണി ശരിക്കും മൃദംഗ വിഷന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സിലോ അഡ്മിനിസ്ട്രേറ്ററിലോ പെട്ട ആളല്ല. അതുകൊണ്ട് ദിവ്യ ഉണ്ണിക്കെതിരെ ഒരു കേസ് നിലനിൽക്കാൻ തന്നെ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ദിവ്യ ഉണ്ണി എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് അമേരിക്കയ്ക്ക് ഒളിവിൽ പോയി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദിവ്യ ഉണ്ണിക്ക് ഒരു പക്ഷേ ഇതിലെ ഡയറക്ടേഴ്സുമായി നേരിട്ടുള്ള ബന്ധമോ വൻ തുക അവർ പിരിക്കുന്നതിന് അവർ പ്ലാൻ ചെയ്തുവെന്നോ നേരത്തെ തന്നെ വളരെ മുൻപേ തന്നെ ഇങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായി അവർ പ്രവർത്തിച്ചിരുന്നു എന്നോ തെളിഞ്ഞാൽ മാത്രമേ അവർക്കെതിരെ ഒരു ക്രിമിനൽ കേസ് നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ ഈ പദ്ധതി പ്ലാൻ ചെയ്തതിനു ശേഷം അവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് ക്ഷണിക്കുകയും അതിന്റെ ഭാഗമായി ഇവർ വരികയും ജസ്റ്റ് ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ അവർ ആ പരിപാടിക്ക് പങ്കെടുക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്താൽ അവർക്കെതിരെ ഒരിക്കലും ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസിയോ ഒന്നും നിലനിൽക്കുന്നതല്ല, ചീറ്റിങ്ങോ പോലും നിലനിൽക്കുന്നതല്ല. പക്ഷേ ഈ കേസിൽ ഇവർ ഇത്ര കാലം മുമ്പ് മുതൽ തന്നെ മൃദംഗ വിഷ്ണുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഉമാ തോമസ് വീണ പരിക്ക് പറ്റിയ കാര്യത്തിൽ ഒരിക്കലും ദിവ്യ ഉണ്ണിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ കാര്യത്തിൽ വൈഗേരിയസ് ലയബിലിറ്റി ഉള്ള 3 ആളുകൾക്കാണ്. ഒന്ന്, ഈ സ്റ്റേഡിയത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്, രണ്ടാമത് ഈ പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷന്, മൂന്നാമത് ഈ സ്റ്റേജ് ആരുണ്ടാക്കി, സ്റ്റേജ് ആര് നടത്തി, അതായത് സ്റ്റേജ് നൽകാൻ ഒരു കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ സ്റ്റേജ് ആര് നിർമ്മിച്ചു, അവർക്ക് ഏത് കമ്പനിക്കാണ് നിർമ്മിച്ചത്, അവർക്കും അങ്ങനെ 3 വിഭാഗക്കാർക്ക് മാത്രമാണ് ഇവിടെ വൈഗേരിയസ് ലയബിലിറ്റി ഉള്ളത്. അതിലൊരിക്കലും ദിവ്യ ഉണ്ണിക്ക് ഒരിക്കലും ഒഫൻസ് നിലനിൽക്കുന്നതല്ല. പക്ഷെ അവരെന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോയി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയുണ്ട്. സ്വാഭാവികമായും അവർക്ക് ഇതിനു മുൻപേ തന്നെ, അത് വളരെ നേരത്തെ തന്നെ, ഈ പ്രോഗ്രാം നടക്കുന്നതിന് വളരെ നേരത്തെ തന്നെ ഈ ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വേണം നമുക്ക് തോന്നാൻ. കാരണം അവരുടെ ഒരു സമ്മതവും അവരുടെ ഒരു കോർപ്പറേഷനും കൂടിയാണ് ഒരു പക്ഷേ ഈ പ്രോഗ്രാം നടത്തിയതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കും ഈ കോടിക്കണക്കിന് രൂപ വരുന്ന ചീറ്റിംഗ് കേസിൽ പങ്കുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ ഇത് ശരിക്കും ഒരു ചീറ്റിംഗ് കേസായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ആളുകൾ വളരെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് 3500 രൂപ കൊടുത്തത്. അതിന് അവർ സെയിൽ നടത്തി. അതായത് ഈ സാരി 350 രൂപയുടെ സാരി ഏതാണ്ട് 1600 രൂപയ്ക്കൊക്കെ വിറ്റു. ഇത് ആളുകളെല്ലാം മേടിച്ച് വളരെ സമ്മതത്തോടു കൂടി തന്നെ മേടിച്ചാണ്. ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു തട്ടിപ്പിന്റെ കലാപരമായിട്ടൊരു തട്ടിപ്പ്, പല തട്ടിപ്പ് നടത്തുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളെ മാത്തമാറ്റിക്സിലോ അഗ്രഗണ്യരാക്കാം, ഈ കോഴ്സിന് ചേരും. അതുപോലെ ബൈജൂസ് ആപ്പ്, ഇങ്ങനെ ആളുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കോഡിങ് പഠിപ്പിക്കാം, പഠിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും. ചെസ്സ് പഠിപ്പിച്ച് ഭയങ്കര ബ്രില്യൻ്റ് ആക്കി മാറ്റാം എന്നൊക്കെ പറഞ്ഞ് പല രീതികളിലും ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു രീതിയാണ് ഈ കലാപരമായിട്ടുള്ള ഈ മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം കളിച്ച് ആളുകളുടെ ഗിന്നസ് റെക്കോർഡ് പേര് നേടാന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു ചീറ്റിംഗ് ആണ്. ആടുമാഞ്ചിയം ഉള്ളൊരു പ്രത്യേകതരം ചീറ്റിംഗ് ആണിത്. അതിന് മലയാളികൾ നിന്നു കൊടുക്കുന്നുള്ള ഒരു കാര്യമാണ്. ഒത്തിരി മലയാളികൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇതല്ല, ഈ രീതിയിലുള്ള ഒരുപാട് പറ്റിക്കപ്പെടലുകളുണ്ട്. പിള്ളേരെ ട്യൂഷന്റെ പേരിൽ പറ്റിക്കപ്പെടുന്നു. ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിലല്ല, ലോകമെമ്പാടും തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവരുള്ളവരാരും ഇതിനുവേണ്ടി തലവെച്ചു കൊടുക്കില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പം ഈ ദിവ്യ ഉണ്ണി ഈ കേസിൽ പ്രതിയാണോ എന്നുള്ള കാര്യം ശരിക്കും അന്വേഷിച്ച് മാത്രമേ തീരുമാനമുള്ളൂ. പക്ഷെ പ്രഥമ ദൃഷ്ടി അവർക്ക് ഇത് പങ്കുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അവർ ഈ പ്രോഗ്രാമിന്റെ ഒരു ആളായിട്ട് വന്ന് പങ്കെടുത്തു എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ.